മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ മേൽപ്പാലം നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ സാധാരണ ദിവസങ്ങളിൽ തന്നെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടാറുള്ളത്. അതിനിടയിലാണ് ചാലക്കുടി മുരിങ്ങൂരിൽ നടുറോഡിൽ KSRTC ബസ് ബ്രേക്ക് ഡൗൺ ആയത്. ബസിന്റെ എയർ ബ്രേക്ക് ജാമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം റോഡിൽ കുടുങ്ങി. ഇതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. KSRTCയുടെ മെക്കാനിക്കൽ സംഘം എത്തുന്നതുവരെ കാത്തുനിന്നാൽ വൻ ഗതാഗതക്കുരുക്കുണ്ടാകും. ഇതോടെ ഈ ഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊടകര പോലീസ് സ്റ്റേഷനിലെ KJ ഡെനിൻ നേരെ ബസ്സിനടിയിലേക്ക് കയറി. അല്പസമയത്തെ പരിശ്രമം, തകരാർ പരിഹരിച്ചു. തന്റെ ജോലി അല്ലാഞ്ഞിട്ടു പോലും സന്ദർഭോചിത ഇടപെടലിലൂടെ നിരവധി ആളുകൾക്ക് ഈ പ്രവൃത്തി സഹായകമായി. എയർപോർട്ടിലേക്ക് ഉൾപ്പെടെ പോകുന്ന വാഹനങ്ങൾ കിലോമീറ്ററുകൾ ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ടി വരും എന്ന അവസ്ഥയാണ് ഡെനിന്റെ ഇടപെടൽ കൊണ്ട് മാറിയത്. ഈ വണ്ടി എങ്ങനെയും മാറ്റിയാൽ മതിയാവും. ആ സമയത്ത് ഞങ്ങള് ചെന്ന് നോക്കിയപ്പോൾ ബ്രേക്ക് ജാമാണ്, എയർ ബ്രേക്ക് ജാമാണ്. ആ സമയത്ത് തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ ഒരു ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ പോയി ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 ടൂൾസ് ഒക്കെ എടുത്ത് നോക്കി. ആദ്യം ബസ്സിന്റെ അടിയിലൊക്കെ പോയി നോക്കി, നടന്നില്ല. പിന്നെ രണ്ടാമത് വീണ്ടും പോയി ടൂൾസ് എടുത്ത് ഏകദേശം കുറച്ച് സമയം വർക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് റിലീസായി. അപ്പോൾ അതിന്റെ കൂടെ നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ലോറിയും ബസ്സുമെല്ലാം ഉണ്ട്. അവരോടൊപ്പം ചേർന്നാണ് ചെറിയ തോതിലെങ്കിലും മെക്കാനിക്കൽ ജോലികൾ ഡെനിൻ മനസ്സിലാക്കിയത്. പ്രധാന റോഡിൽ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കാതിരിക്കാനാണ് തന്നാൽ കഴിയുന്ന സേവനം ഡെനിൻ ചെയ്തത്. നമ്മൾ ആ ക്രിട്ടിക്കൽ സമയമാണ്. ആ സമയത്ത് നമ്മൾ ഈ വണ്ടി എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതായാലും പെട്ടെന്ന് ബ്ലോക്കൊക്കെ മാറ്റാൻ പറ്റി. പക്ഷെ ഇത് കണ്ടമാനം ബ്ലോക്കായി പോയായിരുന്നു. കൊരട്ടി SI ഷാജു, ഹൈവേ പോലീസ് SI ലിജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ്, ഷബീർ എന്നിവരും ഡെനിന് ഒപ്പം സഹായത്തിനായി ഉണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.